നമസ്കാരം. ജൂൺ 12 ഇനി മുതൽ എല്ലാ വർഷവും ഒരു കറുത്ത ദിനമായി നമ്മൾ ആചരിക്കും. കാരണം ഭാരതീയരുടെ മനസ്സിൽ, അതായത് ഭാരതീയരുടെ നെഞ്ചത്തിൽ ആ ഹൃദയഭേദകമായ വാർത്ത നമ്മൾ കേട്ടത് ഇന്ന് ഉച്ചയ്ക്കാണ്. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ തീവ്രവാദികൾ കൊന്നൊടുക്കിയ ആ വാർത്ത മനുഷ്യ മനസ്സിൻ്റെ ഹൃദയ താളുകളിൽ നിന്നും തുടച്ചു നീക്കിയിട്ടില്ല. അതെല്ലാം ആ ഒരു മറന്നീക്കി കുറച്ചെങ്കിലുമൊക്കെ ഒരു സമാധാനത്തിൻ്റെ ഒരു പാതയിലേക്ക്, ഒരു സമാധാനത്തിൽ മനുഷ്യൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് ഇടുത്തി പോലെ നമ്മുടെ രാജ്യത്ത് ആ ഒരു ഞെട്ടലോടെ ആ ഒരു വാർത്ത കേട്ടത്. അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം തകർന്ന് തരിപ്പണമായി 241 സഞ്ചാരികൾ, 241 യാത്രക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. അതിൽ അഹമ്മദാബാദിലെ പോലീസ് കമ്മീഷണർ അടക്കം റോയിട്ടേഴ്സിനും അതോടൊപ്പം തന്നെ അസോസിയേറ്റ് പ്രസ്സിനും അടക്കം വാർത്താ ഏജൻസികൾക്ക് നൽകിയ ഒരു വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ പ്രസ് മീറ്റിൽ പറഞ്ഞത് എല്ലാ യാത്രക്കാരും മരിച്ചു, മൊത്തം 242 യാത്രക്കാർ മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഒരു 4-5 മണിക്കൂറിന് ശേഷം ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ ഒരാൾ ജീവനോടെ വന്നു. അതായത് അദ്ദേഹത്തെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹമാണ് എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് വിമാനത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടത് എന്നടക്കമുള്ള കൃത്യമായി അദ്ദേഹം വിശദീകരിക്കും. അദ്ദേഹമാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ലുക്ക് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ആരും വിമാനയാത്ര ചെയ്യുന്ന ആരും ഇരിക്കാൻ താല്പര്യപ്പെടാത്ത ആ ഒരു എയർ ഇന്ത്യയുടെ സീറ്റ് നമ്പർ 11A, അതൊരു വിൻഡോ സീറ്റാണ്. അദ്ദേഹം ആ എമർജൻസി എക്സിറ്റ് സീറ്റിൽ ഇരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് ജീവനോടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെട്ടു. അദ്ദേഹം കണ്ട കാഴ്ച, ഞാൻ ആ വിൻഡോ സീറ്റിൽ, അതായത് എമർജൻസി വിൻഡോ സീറ്റിൽ നിന്നും പുറത്തേക്ക് വന്ന സമയത്ത് ചുറ്റും മൃതദേഹങ്ങളാണ്. പക്ഷെ അതൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അതീവ വൈകാരികമായ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു മുഹൂർത്തമായിരുന്നു കണ്ടത്. കാരണം കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന മൃതദേഹങ്ങളാണ്. അതൊന്നും തന്നെ നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഒരു വൈകാരികമായ വിഷ്വലാണ് അഹമ്മദാബാദിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒടുവിൽ ആ ഒരു അദ്ഭുത വാർത്തയാണ് ഇന്ന് സമാധാനത്തോടെയെങ്കിലും, അതായത് ഒരാളെങ്കിലും ജീവനോടെ ഉണ്ട് എന്ന് നമുക്കൊരു ആശ്വാസം നൽകുന്നത്. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ അപകടത്തിൽ ഒരാളെ ജീവനോടെ കണ്ടെത്തിയെന്ന വാർത്ത അല്പസമയത്തിന് മുമ്പാണ് ദേശീയ മാധ്യമങ്ങളടക്കം അഹമ്മദാബാദിലെ പോലീസ് കമ്മീഷണർ അടക്കം സ്ഥിരീകരിക്കുന്നത്. ദുരന്തത്തിൽ ആരും രക്ഷപ്പെടില്ല എന്ന ഗുജറാത്ത് പോലീസിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് ഒരാൾ ജീവനോടെ ഉണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നത്. വിമാനത്തിലെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തു ചാടിയയാൾ രക്ഷാപ്രവർത്തകർക്കൊപ്പം നടന്നു നീങ്ങുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. 11A സീറ്റിൽ സഞ്ചരിച്ച യാത്രക്കാരനാണ് രക്ഷപ്പെട്ടതെന്ന് അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ GS മാലിക് അറിയിച്ചു. വെള്ള ടീഷർട്ടും കറുത്ത പാൻസും ധരിച്ച ഇയാൾ ചെറിയ മുടന്തതയോടെയാണ് നടന്നു നീങ്ങുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. വസ്ത്രങ്ങളിൽ രക്തക്കറയും ചളിയും കാണാം. ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരണസംഖ്യയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് ജനവാസ കേന്ദ്രത്തിൽ വിമാനം തകർന്നു വീണതുകൊണ്ട് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞത്. പക്ഷേ 242 പേർ മരിച്ചു എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും ഇപ്പോൾ അത് 241 ഒരാൾ ജീവനോടെ ഉണ്ട് എന്ന വാർത്ത പുറത്തു വന്നു. ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ രമേശാണ് രക്ഷപ്പെട്ടത്. ഇന്ത്യയിൽ സന്ദർശനത്തിന് ശേഷം UK മടങ്ങുകയായിരുന്നു. വിശ്വാസ് കുമാറിനൊപ്പം വിമാനത്തിൽ സഹോദരനും ഉണ്ടായിരുന്നു. ഇയാളെ കണ്ടെത്താൻ വിശ്വാസ് ശ്രമം തുടരുകയാണ്. എങ്കിലും മരിച്ചതായാണ് സ്ഥിരീകരണം. 204 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 241 പേരുടെ മൃതദേഹങ്ങൾ, അതായത് എല്ലാവരും മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ വന്നിട്ടുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും 242 പേരുമായി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന AI-171 ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നു വീണത്. ഉച്ചയ്ക്ക് 1:43 അപകടം. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 23-ാം നമ്പർ റൺവേയിൽ നിന്നും AI-171 ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നു. 625 അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്നും എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചു. വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല. പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു. വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം 241 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്.
169 ഇന്ത്യക്കാർ, 53 ബ്രിട്ടീഷ് പൗരന്മാർ, 7 പോർച്ചുഗീസുകാർ, 1 കനേഡിയൻ പൗരനും ദുരിതത്തിൽപ്പെട്ടു. ലണ്ടനിൽ നേഴ്സായിരുന്ന തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറും മരിച്ചു. വിമാനം തകർന്ന് വീണ് മെഡിക്കൽ ഹോസ്റ്റലിൽ 400-ലധികം പേരുണ്ടായിരുന്നു. ഹോസ്റ്റലിലുണ്ടായിരുന്ന 5 പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ വിമാനത്തിൻ്റെ അതിനിർണായകമായ ഒരു സംവിധാനമുണ്ട്, അതായത് ബ്ലാക്ക് ബോക്സ് എന്ന് പറയും. ആ ബ്ലാക്ക് ബോക്സ് അല്പസമയത്തിനുള്ളിലാണ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. ഇനി ആ ബ്ലാക്ക് ബോക്സിൻ്റെ ശാസ്ത്രീയമായ പരിശോധനയിൽ എന്താണ് സംഭവിച്ചതെന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ, എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു അണുവിടാതെ കൃത്യമായ രേഖകൾ ആ ബ്ലാക്ക് ബോക്സിൽ അടങ്ങിയിട്ടുണ്ട്. 6 മാസത്തിന് മുമ്പേ ഈ എയർ ഇന്ത്യയുടെ വിമാനത്തിന് ചെറിയ സാങ്കേതിക തകരാറുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ടും ഒരു സാങ്കേതിക തകരാർ ഉണ്ടായെങ്കിൽ അത് വലിയ രീതിയിലൊരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ്. കാരണം മുംബൈയിൽ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന ഇത്രയും ദീർഘദൂരം സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിൽ ഒരു സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അത് വീണ്ടും പരിശോധിക്കണം. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ സാങ്കേതിക തകരാർ വന്നുവെങ്കിൽ ആ വിമാനം അവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ ആ വിമാനത്തിനെ മാറ്റി വേറൊരു പുതിയ വിമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്രാ സംവിധാനം ചെയ്യണമായിരുന്നു. കാരണം പല വിമാന അപകടങ്ങളിലും സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് മാസത്തിന് മുമ്പേ ഈ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നതാണ് ഇവർ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം, കുറച്ച് മാസത്തിന് മുമ്പെയാണ് തമിഴ്നാട്ടിൽ, അതായത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മധുരയാണെന്ന് തോന്നുന്നു, അവിടെ ഒരു വിമാനം ഒരുപാട് മണിക്കൂർ കടന്ന് ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിനുശേഷമാണ് അവർ പറഞ്ഞത് വിമാനത്തിന് കുറച്ച് മാസത്തിന് മുമ്പേ സാങ്കേതിക തകരാറുണ്ടായിരുന്നു. അപ്പോൾ ഈ സാങ്കേതിക തകരാർ വന്ന വിമാനത്തിന്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്ന വിമാനം എന്തിനാണ് പിന്നെ വീണ്ടും യാത്രക്കാരെ കൊണ്ടുപോയി അവരെ ഇത്രയും വലിയ രീതിയിലൊരു ദുരിതത്തിലേക്ക് അഥവാ ഒരു ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്നത് എന്നതാണ് ചോദ്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.